സല്യൂട്ട് സ്നേഹിതരെ. ക്രിസ്മസ് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് മധ്യ തിരുവിതാംകൂർ ഭാഗത്താണ്. 2004 അങ്ങനെ തന്നെ ആയിരുന്നു. എറണാകുളം, പ്രത്യേകിച്ചും മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചിയൊക്കെ കേന്ദ്രീകരിച്ചായിരുന്നു ഏറ്റവും വലിയ ക്രിസ്മസ് തിരക്ക് അനുഭവപ്പെട്ടത്. ഒരുപാട് പോലീസിനെയൊക്കെ അവിടെ വിന്യസിക്കേണ്ടി വന്നു. വലിയ കലാപരിപാടികളുടെ സ്റ്റേജ്, എക്സിബിഷൻ, സർക്കസ്, കൂടാതെ രാത്രി 12 മണിയാവുമ്പോഴേക്കും അവരെ ഒരു ക്രിസ്മസ് ഫാദർ, പപ്പാനി എന്ന സ്നേഹപൂർവ്വം വിളിക്കുന്ന ഒരു വലിയ കോലം, അത് പടക്കം വെച്ചിട്ടാണ് അതെല്ലാം ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അതിനെ കത്തിക്കും. രാത്രി അർദ്ധരാത്രിയൊക്കെ കഴിഞ്ഞ് എല്ലാ ആളുകളുമൊക്കെ പിരിഞ്ഞ ശേഷം ഒരു മണി 2 മണി, പിറ്റേ ദിവസം രാവിലെ 26-ാം തീയതി അടുപ്പിച്ച 1 മണി 2 മണി സമയമായപ്പോഴാണ് ഞാൻ തിരിച്ച് ക്യാമ്പ് ഓഫീസിലെത്തിയത്. ഞാൻ താമസിച്ചിരുന്ന റേഞ്ച് ഹൗസ് എന്ന് പറയുന്ന ക്വാർട്ടേഴ്സിലെത്തിയത്. കുറച്ച് സമയം കിടന്നുറങ്ങി. കാരണം പിറ്റേ ദിവസം രാവിലെ ഒരു മന്ത്രിയുടെ മകൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. ലേ മെറിഡിയൻ ഹോട്ടലിൽ വെച്ചായിരുന്നു. അതിൻ്റെ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ടായിരുന്നു. ആ മന്ത്രിക്കെതിരെ ഒരു ചെറിയ പൊതുജന പ്രക്ഷോഭം നടക്കുന്നത് കൊണ്ട് കുറച്ച് പോലീസുകാരെ അവിടെ ഇടുകയും വേണം, ഞാൻ പോവുകയും വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ വിവാഹത്തിന് ക്ഷണം കിട്ടിയത് കൊണ്ട് ഞാൻ സാരിയൊക്കെ ഉടുത്ത് പോകാമെന്ന് പറഞ്ഞ് തലേദിവസമേ സാരിയൊക്കെ റെഡിയാക്കി തേച്ചൊക്കെ വെച്ചിട്ടായിരുന്നു കിടന്നത്. പിറ്റേന്ന് രാവിലെ, അതായത് ഡിസംബർ 26-ാം തീയതി രാവിലെ ആയപ്പോൾ ഏകദേശം ഒരു 8:30-9 മണി അടുപ്പിച്ച് പോകാനായി ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ ഒരു വാർത്ത കേൾക്കാനിടയായി. വയർലെസ്സിലൂടെ ഇന്തോനേഷ്യൻ തീരത്ത് ഒരു ഭൂമി കുലുക്കം എങ്ങാണ്ട് ഉണ്ടായിട്ട് വലിയ തിരമാലകൾ അവിടെയൊക്കെ അടിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ ഇന്തോനേഷ്യ എന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ അടുത്താണ്. ഭാരതത്തിലേക്ക് അത് വരാൻ വലിയ ചാൻസ് ഇല്ല, കുറച്ച് ദൂരം ഉണ്ടല്ലോ എന്നൊക്കെ ഉള്ള മട്ടിലായിരുന്നു പറഞ്ഞിരുന്നത്. ഏകദേശം ഒരു 10-11 മണി ആയപ്പോഴേക്കും ഞാൻ പോകാനായിട്ട് റെഡിയായി ഇറങ്ങി. അവിടെ കുണ്ടന്നൂര് മരടിലുള്ള കൺവെൻഷൻ സെൻറ്ററിലെത്തി. അവിടെ ചെന്ന് ഇരിക്കുമ്പോഴാണ് പറയുന്നത് തമിഴ്നാട്ടിൽ അത് ഭയങ്കര വലുതായിട്ട് ആഞ്ഞടിച്ചിട്ടുണ്ട്. കേരളം കിടക്കുന്നത് അറേബ്യൻ കടലിൻ്റെ വശത്തായിട്ടാണല്ലോ, അപ്പോൾ അതുകൊണ്ട് കേരളത്തിലേക്ക് വരാനായിട്ട് സാധ്യതയില്ല എന്നുള്ള ഒരു ഇൻഫർമേഷൻ വീണ്ടും കിട്ടി. പക്ഷെ ഒരു അരമണിക്കൂറും കൂടെ കഴിഞ്ഞപ്പോൾ, ഏകദേശം 11:30-12 അടുപ്പിച്ചുള്ള ഒരു സമയമായപ്പോൾ പെട്ടെന്ന് മെസ്സേജ് വന്നു, കേരളത്തിലേക്കും ആ വലിയ തിര വന്നിട്ടുണ്ട്. അത് സുനാമി എന്നാണ് അതിനെ ഇപ്പോൾ അറിയപ്പെടുന്നത്. അത് പണ്ടും 1800-കളിൽ തൊട്ട് കാണപ്പെടുന്ന ഒരു വലിയ പ്രകൃതി താണ്ഡവമാണ്. ഒരു വലിയ വലിയ ഭീമൻ തിരമാലകൾ വന്ന് കടൽക്കരയിലേക്ക് അടിക്കും. അപ്പോൾ അതുകൊണ്ട് വേഗം എല്ലാ കടൽക്കരകളിലും ഇങ്ങനെ ഇതുപോലെയുള്ള മെസ്സേജ് കൊടുക്കണം, ആളുകളെ അവിടെ നിന്ന് മാറ്റിക്കണം, വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കല്യാണത്തിന് തുടങ്ങാൻ പോകുന്ന കല്യാണം ഞാൻ പോയി പറഞ്ഞിട്ട് എനിക്കൊന്ന് പോകണം, അത്യാവശ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. സാരി പോകാൻ പറ്റില്ലല്ലോ, ഞാൻ വേഗം തിരിച്ച് എൻ്റെ ക്യാമ്പ് ഓഫീസിൽ വന്ന് യൂണിഫോം എടുത്തിട്ട്, തലേദിവസം ഇട്ട് മുഷിഞ്ഞിരുന്ന യൂണിഫോം തന്നെ അതെടുത്ത് വീണ്ടും ഞാൻ ധരിച്ച് ആളുകളെയും വിളിച്ചിട്ട് ഞാൻ നമുക്ക് എന്തായാലും ആലപ്പുഴ സൈഡിലോട്ട് പോകാം, അവിടെയാണ് കൊല്ലം സൈഡ് ആലപ്പുഴ സൈഡിലേക്ക് ആഞ്ഞടിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള മട്ടിൽ പറയുന്ന കേട്ടു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആലപ്പുഴയിലേക്ക് പോകാം. എറണാകുളത്ത് കൂടുതലും നേരിട്ടുള്ള കടൽക്കരയല്ല, അപ്പോൾ അതുകൊണ്ട് എറണാകുളം പേടിക്കാനില്ലായിരിക്കും, നമുക്ക് എന്തായാലും ആലപ്പുഴ ഭാഗത്തേക്ക് പോകാമെന്ന് ഞാൻ അങ്ങനെ കാറിൽ കയറി. ചേർത്തല ആയപ്പോഴേക്കും DGP എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അറിഞ്ഞില്ലേ അന്താരനഴിയിൽ 2 സ്ത്രീകളെ കടലെടുത്തുകൊണ്ട് പോയി എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആണോ സാർ, ശരിയാണോ, എനിക്കറിയില്ല, ഞാൻ എൻ്റെ അടുത്ത് ആരും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പോൾ DGP കുറച്ച് ദേഷ്യമൊക്കെ ആയി. DGP പറഞ്ഞു, വേഗം അങ്ങോട്ട് ചെന്ന് അന്വേഷിച്ച് നോക്കാം, എനിക്ക് കിട്ടിയ വിവരം ശരിയാണ്, ഞാൻ അവിടുത്തെ കാരനാണ്, അതുകൊണ്ട് എനിക്ക് അറിയാം എന്നുള്ള മട്ടിൽ DGP പറഞ്ഞു എന്നോട്. അപ്പോൾ ഞാൻ വേഗം ആലപ്പുഴ ജില്ലയുടെ ഏകദേശം വടക്ക് ഭാഗത്ത് കിടക്കുന്ന ഒരു പോലീസ് സ്റ്റേഷനാണ്, പട്ടണക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് ഞാൻ ആദ്യം പോയി. അവിടെ ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, ശരിയാണ് മാഡം, മീൻ ഉണക്കിക്കൊണ്ടിരുന്ന 2 സ്ത്രീകൾ പെട്ടെന്ന് ഇങ്ങനെ തിരമാല വന്ന് അവരെ എടുത്തുകൊണ്ട് പോയത്, ഒരുപാട് ഇങ്ങനെ അകത്തേക്ക് കടൽ കയറി വന്നു എന്നവർ പറഞ്ഞു. അപ്പോൾ അവരുടെ പറച്ചിൽ കേട്ടപ്പോഴും എനിക്കിത് വലിയ കാര്യമാണ് എന്നുള്ള മട്ടിൽ തോന്നില്ല. 2 സ്ത്രീകൾ ഒലിച്ചു പോയി. തിരമാലകളുടെ അലയടികൾ മറ്റേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പോയതിന് ശേഷം അതിൻ്റെ ഒരു റിപ്പിൾ ഇഫക്റ്റ് ആയിട്ടായിരിക്കും അറേബ്യൻ കടലിലേക്ക് വന്നത് എന്നുള്ള മട്ടിൽ ഞാൻ എന്തായാലും അവിടോട്ട് ചെന്ന് മരിച്ച സ്ത്രീകൾ ആരൊക്കെയാണെന്ന് അറിയണം, എത്രമാത്രം നാശനഷ്ടങ്ങൾ ഉണ്ടെന്ന് അറിയണം. അപ്പോൾ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഇരുന്ന് വിലയിരുത്തുകയാണ്. നമ്മൾ അപായ മണി മുഴക്കിക്കൊണ്ട് ജീപ്പുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടോ, ലൗഡ് സ്പീക്കർ വെച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ടോ, ആവശ്യത്തിനുള്ള കളക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആവശ്യത്തിനുള്ള റെസ്ക്യൂ ക്യാമ്പുകൾ ഒരുക്കിയിട്ടുണ്ടോ, അവരെ വീടുകളിൽ നിന്ന് മാറ്റി പാർപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ, ആംബുലൻസുകളുണ്ടോ എന്നുള്ള പല കാര്യങ്ങളും ഞാൻ അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ അറേഞ്ച് ചെയ്തുകൊണ്ടിരുന്നു. അന്ധകാരനഴി എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അടുത്തെത്തിയപ്പോഴേക്കും വളരെ പ്രസക്തമായ പേരാണെന്ന് എനിക്ക് തോന്നി. അന്ധകാരനഴി എന്ന്, ഒരു നീരാഴി, അന്ധകാരത്തിൻ്റെ നീരാഴി ചുഴി എന്ന് പറയുന്നത് പോലെയുള്ള
അങ്ങനെ ഇരുണ്ട് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പം നല്ല വെളിച്ചമുള്ള ദിവസമായിരുന്നെങ്കിൽ പോലും അവിടെ എത്തിയപ്പോഴേക്കും കടൽ തീരത്തെത്തിയപ്പോഴേക്കും അങ്ങ് ആകെ ഇരുണ്ട് കിടക്കുന്നത് പോലെ, പരന്ന് കിടക്കുന്ന പോലെ ഒരു പ്രതീതി. അപ്പം അവിടെ കഥകൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ചെന്നൈയിൽ ഇങ്ങനെ ഇത്രയും പേര് മരിച്ചുപോയി, 300-400 പേര് മറീന ബീച്ച് മുഴുവൻ അടിച്ചു കയറി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് കടലെടുത്തുകൊണ്ട് പോയി എന്നുള്ള ഒരു രീതിയിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. നോക്കിയപ്പോഴേക്കും കടലങ്ങ് വല്ലാതെ വലിഞ്ഞ അകത്തോട്ട് കിടക്കുന്ന പോലെയാണ് തോന്നിയത്. ബീച്ച് നമുക്ക് നല്ലപോലെ കാണാമായിരുന്നു. അപ്പോൾ കടലില്ല, അവിടെ വെള്ളമില്ല. അപ്പം ഞാൻ പറഞ്ഞു എന്ത് വെള്ളമില്ലാതിരിക്കുന്ന ഒരു കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്തൊരു പോലീസുകാരൻ പറഞ്ഞു, മാഡം എന്താ ഒരുപാട് വെള്ളം കയറിയിട്ട് പോയതാണ്, ഒരു വലിയ തിര വന്ന് ആഞ്ഞടിച്ച് ഒരു 20 അടി പൊക്കത്തിലെങ്ങാണ്ടുള്ളൊരു തിരമാല വന്ന് ആഞ്ഞടിച്ച് എല്ലാം നശിപ്പിച്ചിട്ട് പോയതാണ്. മാഡം നോക്കി ആ തെങ്ങിൻ്റെ മുകളിൽ കിടക്കുന്ന എന്താണെന്ന് നോക്കുകയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ തെങ്ങിൻ്റെ മുകളിലോട്ട് നോക്കിയപ്പോൾ ഒരു പോലീസ് ജീപ്പ് തെങ്ങിൻ്റെ മുകളിൽ കുടുങ്ങി കിടക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു അതെങ്ങനെ അവിടെ എത്തി? ഇപ്പോൾ ഞങ്ങൾ ആദ്യം വന്ന വിവരം അറിഞ്ഞ് വന്ന ഞങ്ങളുടെ ജീപ്പ് ഞങ്ങളെല്ലാവരും ഓടിയപ്പോൾ വന്നതാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പം ഞാൻ നമുക്ക് നല്ല നോക്കാം ആളുകളോട് സംസാരിക്കും. അപ്പോൾ ആളുകളൊക്കെ കുറേ പേരിങ്ങനെ കൂടി നിൽപ്പുണ്ട് അവിടെ. എന്തോ ഒരു വലിയ പ്രതിഭാസം കാണുന്ന പോലെ, എന്തെങ്കിലും കാഴ്ച കാണാനായിട്ട് കൂടി നിൽക്കുന്നത് പോലെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവരിങ്ങനെ കൂടി നിൽക്കുന്നത് ശരിയല്ല, ഇവരോട് പറഞ്ഞ് ഇവരെ അവിടെ നിന്ന് മാറ്റിക്കണം. പക്ഷെ ഞാൻ നോക്കട്ടെ എന്ന് ഞാൻ പതുക്കെ കടലിൻ്റെ വശത്തോട്ട് ഇങ്ങനെ നടന്നു. ഒരു ഇങ്ങനെ വല്ലാതെ നനഞ്ഞ് കിടക്കുന്ന സ്ഥലമാണെങ്കിലും ഒരുപാട് ചപ്പുചവറുകൾ ചിപ്പികൾ കല്ലുകൾ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ അടിഞ്ഞു കിടക്കുന്നു. മരത്തിൻ്റെയും തെങ്ങിൻ്റെയും ഒക്കെ കഷ്ണങ്ങളും ഒക്കെ പൊട്ടിക്കിടക്കുന്നു. പക്ഷേ വെള്ളം കാണാനില്ല, ഒരുപാട് ദൂരെയായിട്ടേ കടൽ കാണാനുള്ളൂ. കടലൊക്കെ ഇറങ്ങി അങ്ങ് പോയി. അപ്പം എന്നോട് ചില ഓഫീസേഴ്സ് പറയുന്നുണ്ട്, ഫയർഫോഴ്സിലുള്ള ഓഫീസേഴ്സും ബാക്കിയുള്ള ഓഫീസേഴ്സും പറഞ്ഞു മാഡം അങ്ങോട്ടേക്ക് പോകണ്ട, എപ്പോഴാണ് ഇത് പൊങ്ങി വരിക എന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു അങ്ങനെ വരുമോ, അങ്ങനെ വരാൻ ചാൻസ് ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ കുറച്ച് ഓഫീസേഴ്സും കൂടെ വളരെ മടിച്ചാണെങ്കിലും നടന്നു. അപ്പോൾ ഞാൻ കുറച്ച് പോയിട്ട് എവിടെയാണ് സ്ത്രീകൾ ഇരുന്ന സ്ഥലം, അതാ കുറേ പുറകിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ നാശനഷ്ടങ്ങൾ സംഭവിച്ച സ്ഥലം ഏതാണ്, അത് നമുക്ക് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ കടൽക്കരയിലൂടെ ഇങ്ങനെ നടക്കുവാണ്. വെള്ളവേ ഇല്ലാത്ത സമയത്ത് ഒരു വലിയൊരു ഇരമ്പൽ ശബ്ദം കേട്ടു. ഇരമ്പൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരക്കണക്കിന് പ്ലെയിനുകൾ ഇങ്ങനെ എരമ്പുന്ന പോലെ ഒരു ശബ്ദം കേട്ടു. അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു 12 അടുപ്പിച്ച് മണിയായിട്ടുണ്ട്, സമയമായിട്ടുണ്ടെന്ന് തോന്നുന്നു. പ്രകൃതി ദുരന്ത നിവാരണ അതോറിറ്റിയിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളും അവിടെ ഉണ്ട്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടീമിലുണ്ടായിരുന്ന ഒരാൾ. വയർലെസ് കൊണ്ട് ഫിറ്റ് ചെയ്യുന്നുണ്ട് അവിടെ, വയർലെസ് ഡിപ്പാർട്ട്മെൻറ്റ്. പോലീസ് കുറച്ച് പേരുണ്ട്. ഒരു വലിയ പൊക്കത്തിലുള്ള ഒരു കെട്ടിടത്തിൻ്റെ മുകളിലാണ് അവർ വയർലെസ്സും റിപ്പീറ്റർ സ്റ്റേഷനും ഒക്കെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നത്. അതൊക്കെ ഞാൻ കണ്ടിട്ടാണ് ഞാൻ ബീച്ചിലേക്ക് നടക്കുന്നത്. അപ്പോൾ ഞാൻ ബീച്ചിൽ നടക്കുന്ന സമയത്തുണ്ട് വെള്ളം ഇങ്ങനെ ഇറങ്ങി പൊക്കോണ്ടിരിക്കുന്നതല്ലാതെ വേറൊന്നും കാണുന്നില്ലായിരുന്നു. പക്ഷേ ഈ എരമ്പൽ ശബ്ദം കേട്ടപ്പോൾ ഇവരെ ദുരന്ത നിവാരണ അതോറിറ്റിയിലുള്ള ഒരാൾ എന്നോട് പറഞ്ഞു മാഡം വെള്ളം തിരിച്ച് കയറാനുള്ള വരവാണ്, അതാണ് ഈ ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ ഞാൻ വെള്ളത്തിൻ്റെ ശബ്ദമൊന്നുമല്ല കേൾക്കുന്നത്, ഇതേതോ മോളിൽ കൂടെ ഹെലികോപ്റ്ററോ പ്ലെയിനുകളോ എന്തോ ഒരു സർവൈലൻസിന് വേണ്ടി പോകുന്നതാണ്. ചിലപ്പം ആർമിന്നോ നേവിന്നോ ഒക്കെയുള്ള അല്ലെങ്കിൽ എയർഫോഴ്സിൽ നിന്നുള്ള ഹെലികോപ്റ്ററുകൾ അറേഞ്ച് ചെയ്തിട്ട് അതെങ്ങനെയുണ്ട് സുനാമി എന്ന് അറിയാൻ വേണ്ടി ആ സ്ഥലത്തു നിന്ന് മദ്രാസി സ്ഥലത്തു നിന്നോ തമിഴ്നാട് സൈഡിൽ നിന്നോ ഒക്കെ വരുന്നതായിരിക്കും. അതായത് വെള്ളം ഇങ്ങനെ ഇതുപോലെ ശബ്ദം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് ധൈര്യമായിട്ട് തന്നെ അവിടെ നിന്നു. അപ്പം ആളുകളെല്ലാവരും കൂടെ എൻ്റെ കൈ പിടിച്ച് വലിക്കുന്നുണ്ട്, മാഡം ഓട് വേണം, കാരണം അത്ര സ്പീഡിൽ അത് വരുന്നത്, വന്നു കഴിഞ്ഞാൽ പെട്ടുപോകുന്നു. അപ്പോഴും ഞാനിത് വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. ഞാൻ മനസ്സിലായി നിങ്ങൾ ഓടിക്കോ, ഞാൻ പുറകെ വരാം എന്ന് പറഞ്ഞ് അവർ പതുക്കെ നടക്കുന്നു. തിരിച്ച് ഞാൻ അവരുടെ പുറകെ കൂടെ നടന്നു. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവർ ഓടാൻ തുടങ്ങി. അപ്പോൾ ഞാനും പതുക്കെ സ്പീഡ് കൂട്ടി കുറേ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ തിരിഞ്ഞ് നോക്കിയപ്പോൾ അവർ പറഞ്ഞ ശരിയാണ്, വലുതായിട്ട് വെള്ളം അങ്ങ് പൊങ്ങി വരികയാണ്. കടൽ വെള്ളം ഭയങ്കര തിരമാല പോലെ വലുതായിട്ട് വന്ന് ഇങ്ങനെ കരയിലേക്ക് ഇങ്ങനെ അടിച്ചു കയറാനായിട്ട് വരികയാണ്. അപ്പോൾ ഞാൻ രണ്ടാമത്തെ വേവാണ് അതെന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടിറങ്ങിയിട്ട് മൂന്നാമത്തെ ഒരു ആഫ്റ്റർ ഷോക്ക് പോലെ വന്ന വേവാണെന്നും എനിക്ക് നല്ല നിശ്ചയമില്ല. എന്തായാലും ഞാനും അവരുടെ കൂട്ടത്തിൽ ഓടി ഏകദേശം കടൽ തീരത്ത് എത്താറായി, മണ്ണിൻ്റെ ഉയർന്ന സ്ഥലത്ത് എത്താറായി എന്ന് തോന്നിയപ്പോൾ ഞാൻ ഒന്നും കൂടെ തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ കാല് വരെ എത്തിയിരുന്നു അത്. കൂടാതെ പൊക്കത്തിലും വരികയാണ്. അപ്പോൾ ഞാൻ അടുത്ത് കണ്ട ഒരു തെങ്ങ് ലക്ഷ്യമാക്കി ഓടി, തെങ്ങിലെ ഞാൻ കയറി കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടന്നു. എനിക്കറിയാം ഞാൻ ഓടി എത്തത്തില്ല. അപ്പോൾ വെള്ളം അഥവാ എൻ്റെ മുകളിൽ കൂടെ പോയാലും പിടിവിടാതെ കിടക്കണമെന്ന് ഞാനിങ്ങനെ കൈ രണ്ടും കോർത്ത് പിടിച്ച് തെങ്ങിൽ കെട്ടിപ്പിടിച്ച് കിടന്നു. തെങ്ങാണെങ്കിൽ ഭയങ്കര ടഫ് ഒരു ഹാർഡായിട്ടുള്ളൊരു തെങ്ങാണ്. എന്തായാലും ഒലിച്ചു പോകില്ല എന്ന് എനിക്കൊരു നല്ല ഉറപ്പുണ്ടായിരുന്നു. വലിയ തെങ്ങ് കാലപ്പഴക്കം തന്നാണ്, ഒരു 2 പ്രാവശ്യം വെള്ളം ഇറങ്ങി പോയ സ്ഥലവുമാണ്. അപ്പോൾ അപ്പോഴൊന്നും തെങ്ങ് വീണിട്ടില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ എന്തായാലും വീഴില്ല എന്നുള്ള ഉദ്ദേശത്തിൽ ഞാനതിൽ കയറി പിടിച്ച് കിടന്നു. വെള്ളം വന്ന് എൻ്റെ ഇതുവരെ നെഞ്ചിൻ്റെ കഴിഞ്ഞിട്ട് മുകളിൽ കഴുത്ത് വരെ കയറി അങ്ങ് പോയപ്പോൾ ഒരു കുഴപ്പവുമില്ല. ഞാൻ വിചാരിച്ചു സാരമില്ല, ഇതെനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നു. പക്ഷേ അതിൻ്റെ ഒരു തിരിച്ചു പോക്കുണ്ടായിരുന്നു. ആ തിരിച്ചു പോക്ക് എന്നെ വല്ലാതെ ഭയപ്പെടുത്തി. കാരണം അത് തിരിച്ചു പോകുന്നത് വരുന്നതിനേക്കാളും വളരെയധികം ശക്തിയോട് കൂടിയാണ്, വലിച്ചെടുത്തോണ്ട് പോവുകയാണ്.
തീരെ മുഴുവനും അങ്ങ് ഇങ്ങനെ കരവലയത്തിൽ ഇങ്ങനെ അള്ളിപ്പിടിച്ച് വലിച്ചെടുത്തുകൊണ്ട് ഇങ്ങനെ പറിച്ചെടുത്ത് പോകുന്ന പോലെ ഒരു പ്രതീതിയാണ് എനിക്ക് തോന്നിയത്. അപ്പം കൈവിട്ട് പോകും എന്നുള്ളൊരവസ്ഥയിൽ ഞാൻ ഇങ്ങനെ പിടിച്ച് കിടന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നു. ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഞാൻ ദൈവമേ 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 എന്ന് വിളിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ കയറി പോകുന്ന സമയത്ത് ഇങ്ങനെ അടുത്ത് ഇപ്പോൾ എൻ്റെ കാലും ഒക്കെ വിട്ടു പോകുമല്ലോ, നമ്മുടെ ഷൂസും കാലും ഇതുമൊക്കെ അങ്ങ് പൊങ്ങിപ്പോകും. അപ്പോൾ ഞാനിങ്ങനെ ഒരു പെർപെൻഡിക്കുലറായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. എൻ്റെ കൈയും തലയും മാത്രം തെങ്ങിനോട് ചേർന്നുണ്ട്, ശരീരം മുഴുവൻ ഇങ്ങനെ വെള്ളത്തിൽ കൂടി ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ എന്നാലും ഞാൻ പിടിവെട്ടില്ല, എന്തോ ഒരു ഭാഗ്യത്തിന് പിടിവിടാതെ ഇരുന്നത് കൊണ്ട്. പോയി കഴിഞ്ഞ ശേഷം എൻ്റെ ശരീരം വന്ന് ടപ്പോന്ന് വന്ന് തെങ്ങിലോട്ട് വന്നൊരു ഇടി ഇടിച്ചു. ഞാൻ എന്നിട്ട് പിടിവിട്ട് താഴെ വീണു. അപ്പോഴേക്കും ആളുകളെല്ലാവരും കൂടെ ഓടിക്കൂടി വന്ന്, എൻ്റെ സഹപ്രവർത്തകരും എല്ലാവരും കൂടെ ഓടിക്കൂടി വന്ന് എന്നെ എടുത്തോണ്ട് പോയി. ഭാഗ്യത്തിന് അന്ന് ആ സമയം ഒന്നും ആരും ഒലിച്ചു പോയില്ല, എല്ലാവരും സേഫ്റ്റി സോണിൽ എത്തിയിരുന്നു. നല്ല പരിചയമുള്ള ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട്, തീരദേശത്തൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട്. ആ സമയം അതിനുശേഷം പറഞ്ഞു ഇനിയും വരാൻ ചാൻസ് ഉണ്ട്, ഇതിപ്പോൾ മൂന്നാമത്തെ ആയിരിക്കും, ഇനി നാലാമത്തെ ഇതുപോലെ വരും കടൽ. ഇതാണ് അതിൻ്റെ പ്രക്രിയ, ഇങ്ങനെ കയറി വരും, വന്നിട്ട് അതിങ്ങനെ ഇറങ്ങി വലിഞ്ഞങ്ങ് പോകും, പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഭയങ്കര ശക്തിയോടെ തിരിച്ചു വരും. അപ്പോൾ അതിങ്ങനെ ഒരു റിപ്പിൾ ഇഫക്റ്റ് പോലെ ഇങ്ങനെ വന്നും പോയി ഇടിച്ചു ഇങ്ങനെ നിൽക്കുകയാണ് കുറച്ച് സമയമായിട്ടാണ് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് എന്തായാലും പോകാമെന്നോ, ഞാനങ്ങനെ ഇവിടെ ഇതുവരെ നനഞ്ഞു കുളിച്ചിരുന്നു, ഞാൻ എന്തായാലും എവിടെയെങ്കിലും പോയി ഒന്ന് ഉണക്കാം, ഫാനിൻ്റെ അടിയിൽ എങ്ങാനും നിൽക്കാം എന്ന് വിചാരിച്ച് ഞാൻ പതുക്കെ, ഭാഗ്യത്തിന് ഞാൻ തൊപ്പി വെച്ചിട്ടുണ്ടായിരുന്നില്ല, തൊപ്പി കാറിൽ തന്നെ ഇരിക്കുകയായിരുന്നു. തിരിച്ച് നടന്ന് പോയി അവിടെ ചെന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇരുന്നുകൊണ്ടാണ് ഞാൻ DGP വിളിച്ചിട്ട് പറഞ്ഞത് ശരിയാണ് സാർ, ഇവിടെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടായി, ഇപ്പോഴും അത് നടക്കുന്നുണ്ട്, നമ്മൾ കഴിയുന്നത്ര സേഫ്റ്റി ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട്. DGP ഭയങ്കര ബിസിയാണ്, കാരണം കായംകുളത്തും അതുപോലെ കൊല്ലത്തുമൊക്കെ ഭയങ്കര വലിയ വാർത്തകളാണ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ഇവിടെ നിങ്ങളെല്ലാവരും കൂടെ നോക്ക്, ഞാൻ കായംകുളം സൈഡിലും കൂടെ പോട്ടെ, കാരണം അവിടെയും വല്ലാതെ ഒരു സംഭവം ഉണ്ടായി എന്ന് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ കായംകുളത്തിൻ്റെ ബസ് സ്റ്റോപ്പും കഴിഞ്ഞ് പോകുമ്പോൾ വലത്തോട്ടൊരു തിരിവുണ്ട്, ആ തിരിവിൽ കൂടെ പോയാലാണ് കുറച്ചൊരു 4 കിലോമീറ്റർ 5 കിലോമീറ്റർ പോയി കഴിയുമ്പോഴാണ് കടൽക്കരയിലെത്തുന്നത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം സുനാമി ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ടേക്ക് തിരിച്ചു. അപ്പോൾ കായംകുളം വരെയുള്ള ഡിസ്റ്റൻസ് അരൂരിൽ നിന്ന് പട്ടണക്കാട് നിന്ന് കുറച്ചുണ്ട്, ഒരു 3/4 മണിക്കൂറോളം എടുത്തു അവിടെ വരെ എത്താനായിട്ട്. ആ സമയം കൊണ്ട് ഞാൻ ഈ കാറിൻ്റെ ഇതൊക്കെ തുറന്നിട്ട് യൂണിഫോം ഒരു വിധം ഉണങ്ങി. അവിടെ ചെന്ന് ഞാൻ ആ സ്ഥലത്ത് ചെന്നപ്പം അതിലും പരിതാപകരം, കാരണം അന്താരനഴിയിൽ ഞാൻ ജനക്കൂട്ടത്തെ കൺട്രോൾ ചെയ്യുന്നതായിരുന്നു എൻ്റെ മുഖ്യ ഉദ്ദേശം. ഈ 2 സ്ത്രീകളെയും, പ്രായമായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ഒരു മധ്യവയസ്കയായിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഈ 2 ഫിഷർമെൻ ഷോക്കിൽപ്പെട്ട 2 പേരെയും കടലെടുത്തുകൊണ്ട് പോയി കഴിഞ്ഞ ശേഷം പിന്നെ അവിടെ വലുതായിട്ട് അത്യാഹിതങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ ഈ സ്ഥലത്ത് കായംകുളത്തെ ബീച്ചിൽ കടൽ തീരത്ത് ഭയങ്കര വ്യാപകമായ നാശനഷ്ടമാണ് ഉണ്ടായത്. കുറച്ചും കൂടെ കൂടുതൽ വെള്ളം അകത്ത് കയറി, വീടുകൾ പൊളിച്ചുകൊണ്ട് പോയി, സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയി, കുറേ അധികം ആൾക്കാർ പോയി. അപ്പം കുറേ ആളുകളെ ഈ പ്രതിഭാസം കാണാൻ വേണ്ടി നിന്ന ആൾക്കാരാണ് ഒലിച്ചു പോയത്. എന്താണ് ഈ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി സമീപവാസികൾ തടിച്ചുകൂടി നിന്ന സ്ഥലത്തേക്കാണ് തിര ഇടിച്ച് കയറി വന്നിട്ട് നീന്താൻ അറിയാവുന്നവരൊക്കെ നീന്തി രക്ഷപ്പെട്ടു. പക്ഷേ കുറേ സ്ത്രീകളും കുട്ടികളും പെട്ടുപോയി, കുറച്ച് ആളുകളും പെട്ടുപോയി എന്നൊക്കെയുള്ള വാർത്ത കേട്ടിട്ട് അത് ഭയങ്കര പരിതാപകരമായിരുന്നു അവിടുത്തെ അവസ്ഥ. 2 ദിവസം ഞാൻ അവിടെ നിൽക്കേണ്ടി വന്നു. ഗസ്റ്റ് ഹൗസിലെ കായംകുളം ഗസ്റ്റ് ഹൗസിലൊരു മുറി എടുത്ത ശേഷം ഞാൻ അവിടെ ഇരുന്നു കൊണ്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്. അന്ന് ഏകദേശം അർദ്ധരാത്രി കഴിയുന്നത് വരെയും കടൽ തീരത്ത് നിന്ന് അടിയുന്ന മൃതദേഹങ്ങൾ ചുമന്നുകൊണ്ട് വന്ന് ആശുപത്രിയിലേക്ക്, ഹരിപ്പാട് ആശുപത്രിയിലെ മോർച്ചറി നിറഞ്ഞു, കായംകുളം ആശുപത്രിയിലെ മോർച്ചറി നിറഞ്ഞു, അത് കഴിഞ്ഞ് കരുനാഗപ്പള്ളിയിലോട്ട് കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പുകൾ സ്വീകരിക്കുന്നു. അങ്ങനെ ഭയങ്കര കഷ്ടമാണ്. ഓരോ പ്രാവശ്യവും ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, മതി മതി, ഇതോടെ നിർത്തു പ്ലീസ്, ഇതോടെ മതി, ഇനി ആളുകളുടെ മൃതദേഹങ്ങൾ കിട്ടല്ലേ. അപ്പോൾ അവിടെ ആളുകളെ കാണാറില്ല, ഇവിടെ കാണാനില്ല, അവർ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ റിപ്പോർട്ടുകൾ വരുന്നുണ്ടാവും. ഞാൻ വെച്ചാൽ അവരെല്ലാവരും കാണും, എവിടെയെങ്കിലും ഓടിപ്പോയതായിരിക്കും. കാരണം വലിയ തിര വന്നപ്പോൾ ഓടിക്കോ എന്ന് പറഞ്ഞ് ബഹളം വെച്ച് എല്ലാവരും കൂടി ഓടിയപ്പോൾ അവർ ഓടിച്ചെതറിപ്പോയതായിരിക്കും. പക്ഷേ കുട്ടികളെ ഒന്നും കിട്ടുന്നില്ല, തപ്പി നോക്കുന്നുണ്ട്, കിട്ടുന്നില്ല. അപ്പം നമ്മളിങ്ങനെ ബസ്സിനകത്തും വലിയ വലിയ KSRTC ബസ്സുകളൊക്കെ പിടിച്ചിട്ടിട്ടും ഒക്കെ ആളുകളെ ആ സ്ഥലത്ത് നിന്ന് ഒഴിപ്പിച്ച് നമ്മൾ വേറൊരു സ്ഥലത്ത്, ഒരു സ്കൂള് അകത്ത്, കുറച്ചുകൂടെ അകത്തുള്ള ഒരു സ്കൂളിൻ്റെ സ്ഥലത്തുമൊക്കെ മാറ്റി പാർപ്പിക്കുന്നുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ അതിൽ കൂടുതൽ. അവർ പറഞ്ഞത് വീട്ടിൽ നിന്ന് അതെടുത്തിട്ടില്ല, ഇതെടുത്തിട്ടില്ല, എൻ്റെ ആടിനെ എടുത്തിട്ടില്ല, പശുക്കുട്ടി അവിടെ കിടക്കുകയാണ്, എൻ്റെ പട്ടിക്കുട്ടി അവിടെ പെട്ടുപോയി എന്നൊക്കെയുള്ള പരാതികൾ. അതോടൊപ്പം അവരുടെ സാധനങ്ങൾ ആരെങ്കിലും കള്ളന്മാരെടുത്തുകൊണ്ട് പോകും, വീട് തുറന്നിട്ടിട്ടാണ് വന്നതെന്നൊക്കെയുള്ള പരാതിയും പരിവേദനങ്ങളും. ഇതെല്ലാം പരിഹരിച്ച് അവിടെയൊക്കെ നമ്മൾ പോലീസിനെയൊക്കെ നിർത്തി രക്ഷിക്കാവുന്ന മൃഗങ്ങളെയൊക്കെ രക്ഷിച്ചു കൊണ്ടുവന്ന് ഷെൽട്ടർ ഹോമിൽ കൊണ്ടാക്കി. അവസാനം അവിടെ ചെന്ന് നോക്കുമ്പോൾ ഇങ്ങനെ മൃതദേഹങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നതിന് യാതൊരു അന്ത്യവുമില്ല. അങ്ങനെ ഏകദേശം
എനിക്ക് തോന്നുന്നത് 2-3 ദിവസങ്ങൾ കൊണ്ട് 3 ദിവസമായപ്പോഴേക്കും അതങ്ങ് നിന്നു. പക്ഷേ 3-ാമത്തെ ദിവസം കഴിഞ്ഞപ്പോഴേക്കും കണക്കെടുത്ത് നോക്കിയപ്പോൾ ഏകദേശം 51 പേരാണ് മരിച്ചിരിക്കുന്നത്. 51 പേര് കായംകുളം ഏരിയയിൽ മരിച്ചിരിക്കുന്നു. 2 പേര് അന്താരനഴിയിൽ മരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് പേരെ കാണാനില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു 3-4 പേരെ കാണാനില്ല എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പിന്നീട് നമുക്ക് കിട്ടി. അപ്പോൾ മരണനിരക്കെന്ന് പറയുന്നത് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഇരട്ടിയായിരുന്നു കൊല്ലത്ത് ഉണ്ടായത്. അഴീക്കൽ ഭാഗത്ത് കരുനാഗപ്പള്ളി ആ ഏരിയയിൽ ഉണ്ടായത് അതിൻ്റെ ഇരട്ടിയായിട്ടുള്ള മരണമായിരുന്നു. അത് എൻ്റെ തന്നെ ബാച്ച്മേറ്റായ അരുൺകുമാർ സിൻഹയായിരുന്നു അവിടുത്തെ DIG. അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടു. എന്നെക്കാളും കൂടുതൽ കഷ്ടപ്പെട്ടാണ് അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങളും ജോലിയും ചെയ്തിരുന്നത്. എല്ലാവരും വരുമല്ലോ. അപ്പം VIP മാരും മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും എല്ലാവരും വരുമ്പോഴും ഞാൻ അവിടെ തന്നെ ഉണ്ടാവണം. അങ്ങനെ 3-4 ദിവസം ഞാൻ ആ മുഷിഞ്ഞ യൂണിഫോം വിട്ടുകൊണ്ട് അതിൽ നിന്ന് മാറാൻ പറ്റാതെ ആരെയോ വിട്ട് ഞാൻ രാത്രി കിടക്കാൻ മാത്രമുള്ള 2-3 ഡ്രസ്സുകൾ എടുപ്പിച്ചു. ഒരു യൂണിഫോം ഞാൻ പ്രത്യേകമായിട്ട് വേറെ അഡീഷണലായിട്ട് എടുപ്പിച്ചിരുന്നു. ഗസ്റ്റ് ഹൗസിൽ പോകുന്ന സമയത്ത് ഒരു ദിവസം മുഖ്യമന്ത്രിയും ബാക്കി ആൾക്കാരും വന്നപ്പോൾ ഒന്ന് മാറ്റി ഇട്ടായിരുന്നു. പക്ഷേ ആ ഒരു രാത്രി എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം നമ്മൾ കണ്ടത് ഒരു വശത്ത് നിന്ന് പ്രകൃതിയുടെ താണ്ഡവം, ഇങ്ങനെ ചുമ്മാ വന്ന് അടിച്ച് കയറി വന്ന് ഇങ്ങനെ എല്ലാ ആളുകളെ എടുത്തുകൊണ്ട് പോയി നിർദാക്ഷിണ്യം, ഒരു വാർണിങ്ങും ഇല്ലാതെ എല്ലാവരെയും നശിപ്പിക്കുന്ന ഒരു പ്രകൃതിയുടെ ഒരു ഭീകര താണ്ഡവം കണ്ടപ്പോൾ മറുവശത്ത് നിന്ന് ഞാൻ ജനങ്ങളുടെ നന്മയും കണ്ട ഒരു സുനാമിയായിട്ട് ജനനന്മ പൊങ്ങി വന്ന ഒരവസരമായിട്ട് എനിക്കത് തോന്നി മറുവശത്ത് നിന്ന്. കാരണം രക്തം കൊടുക്കണമെങ്കിൽ രക്തത്തിന് തയ്യാർ, പൈസയ്ക്കാണെങ്കിൽ കാശ് എത്ര വേണമെങ്കിലും മുടക്കാൻ തയ്യാർ, സ്വന്തം വാഹനം ആളുകളെ കയറ്റിക്കൊണ്ട് റെസ്ക്യൂ ഷെൽട്ടറിൽ കൊണ്ടുപോകാനായിട്ട് തയ്യാറായിട്ടുള്ളവരുണ്ടായിരുന്നു. എന്ത് സഹായം വേണമെങ്കിലും പോലീസിനോ ഫയർഫോഴ്സിനോ മറ്റ് ദുരന്ത നിവാരണ ഏജൻസിക്കോ വേണോ അത് ഞങ്ങൾ തരാൻ തയ്യാറാണെന്ന് ആശുപത്രിയും ഞങ്ങളുടെ ക്യാമ്പും പോലീസിൻ്റെ താൽക്കാലിക ക്യാമ്പും ആയിട്ടുള്ള റെസ്റ്റ് ഹൗസിലൊക്കെ തിങ്ങി ജനം ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് സാർ, ഞങ്ങൾ എന്താ മാഡം ചെയ്യേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് ആളുകൾ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യട്ടെ. ആ നന്മ മനുഷ്യ മനസ്സിൻ്റെ നന്മ ഒരുപാട് കണ്ട സമയമായിരുന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് ഇങ്ങനെ അസുഖമായിട്ടും ഈ വെള്ളത്തിൽ പെട്ടുപോയ ആൾക്കാരൊക്കെ ആശുപത്രിയിൽ നിറഞ്ഞല്ലോ. അപ്പോൾ അവർക്കൊക്കെ വേണ്ട ചികിത്സാ സഹായം, മരുന്ന് കൊണ്ടുവന്ന് എത്തിക്കുക, അവരെ മറ്റ് വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് കൊണ്ടുപോവുക. നാട്ടുകാരുടെ തന്നെ ഒരു സംഘം രൂപീകരിച്ചുകൊണ്ട് അവരെ ഈ ഒഴിഞ്ഞു കിടന്ന അടച്ചിടാത്ത വീടുകളെല്ലാം അവിടെയൊക്കെ അവർ റോന്ത് ചുറ്റി നടന്ന് അവിടെ നിന്നും ഒരു സാധനം പോലും മോഷണം പോകാതെ നോക്കി സംരക്ഷിച്ചു എന്നുള്ളത് മറ്റൊരു വലിയ കാര്യം. ചില ആൾക്കാരെ എടുത്തുകൊണ്ട് പോകാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്. ചില വയ്യാതെ കിടക്കുന്ന ഒരു പാരാലിസിസ് വന്ന ഒരു അപ്പൂപ്പനുണ്ടായിരുന്നു, തീരെ നടക്കാൻ പാടില്ലാത്ത ഒരു അമ്മൂമ്മയുണ്ടായിരുന്നു. അവരെയൊക്കെ അവരുടെ കുടിലുകളിൽ നിന്നെടുത്ത് കിലോമീറ്ററോളം നടന്നിട്ടാണ് ഒരു വാഹനത്തിലേക്ക് അവരെ കയറ്റി റെസ്ക്യൂ ഷെൽട്ടറിലേക്ക് കൊണ്ടുപോകേണ്ടത്. അത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വന്നപ്പോൾ നാട്ടുകാർ തന്നെ ചേർന്ന് ഒരു കട്ടിൽ പോലെ ഉണ്ടാക്കി അതിനകത്ത് കിടത്തി കസേര പോലെ അതിനകത്ത് കയറ്റിയിരുത്തി ചുമന്നു കൊണ്ടുവന്ന് നാട്ടുകാരുടെ ഒരു ആവേശത്തോടു കൂടിയാണ് പലരെയും രക്ഷപ്പെടുത്തിയത്, കുട്ടികളെയും ഒക്കെ രക്ഷപ്പെടുത്തിയത്. പിന്നെ സമാധാനിപ്പിക്കാനും ഭക്ഷണം വിതരണം ചെയ്യാനും റെസ്ക്യൂ ഷെൽട്ടറിലുള്ള ആവശ്യമായ തുണികൾ, ബ്ലാങ്കറ്റ്, അവർക്ക് ഉറങ്ങാനുള്ള സൗകര്യം, അങ്ങനെ പല സാധനങ്ങളും ജനങ്ങളെല്ലാവരും കൂടെ ചേർന്ന് നടത്തി ചെയ്യുന്ന, സർക്കാർ ഇടപെടുന്ന കാര്യം പോലെ അല്ല. ജനങ്ങളെന്ന് പറയുമ്പോൾ നമ്മളത് പ്രതീക്ഷിക്കില്ലല്ലോ അവരുടെ കയ്യിൽ നിന്ന്. സർക്കാർ ഇതൊക്കെ ചെയ്യണം എന്ന് എല്ലാവരും പ്രതീക്ഷിക്കും. പക്ഷേ ജനങ്ങളും കൂടെ ഇടപെട്ട് ചെയ്യുന്ന ആ ഒരു നന്മ കണ്ടപ്പോൾ ഞാനത് വളരെയധികം എനിക്ക് അഭിമാനവും സന്തോഷവും ജനനന്മയിൽ ഒരു സന്തോഷം തോന്നിയ ഒരു അനുഭവമായിരുന്നു സുനാമി. ഇതിനെക്കുറിച്ച് ഞാനൊരു നോവല് പിന്നീട് പിൽക്കാലത്ത് എഴുതിയിട്ടുണ്ട്. നീരാഴിക്കപ്പുറം എന്ന് പറഞ്ഞൊരു നോവൽ എഴുതിയിട്ടുണ്ട്. അത് ഇറങ്ങി തീർന്ന അപ്പോൾ തന്നെ അതെല്ലാ കോപ്പിയും വിറ്റുപോയി. പിന്നീട് അവർ രണ്ടാമതൊരു പതിപ്പ് ഇറക്കിയില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. DC ബുക്സ് ആയിരുന്നു പബ്ലിഷ് ചെയ്തത്. ഈ സമയത്ത് നിന്ന് ഞാനത് വായിച്ച് നോക്കുമ്പോൾ അതിനകത്ത് എനിക്ക് ഒരുപാട് പാകപ്പിഴകൾ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി എഴുതുന്നുണ്ടെങ്കിൽ അതിനകത്ത് തിരുത്തലുകൾ വരുത്തിയിട്ട് ഒരു പുതിയ പതിപ്പും കൂടെ പബ്ലിഷ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. സുനാമി എന്ന് പറയുന്നത് 9.5 റിക്ടർ സ്കെയിലിൽ മാർക്ക് ചെയ്ത തീവ്രതയുള്ള, ലോകം കണ്ടിട്ടുള്ള ഏറ്റവും അതീവ തീവ്രതയുള്ള ഒരു ഭൂമി കുലുക്കമായിരുന്നു എന്നാണ് പറയുന്നത്. ഇന്തോനേഷ്യയുടെ വടക്കു ഭാഗത്ത് സുമാത്ര എന്ന് പറയുന്ന ദ്വീപുകളുടെ അടുത്തായിട്ട് കടലിൻ്റെ അടിത്തട്ടിൽ ഒരു വൻപിച്ച ഒരു ഭൂമി കുലുക്കം ഉണ്ടാവുകയും ആ ഭൂമി കുലുക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ തിരമാലകൾ ഉയർന്നടിച്ച് ഇന്തോനേഷ്യൻ തീരത്ത്, ഫിലിപ്പീൻസിൻ്റെ തീരത്ത്, അതുപോലെയുള്ള ചെറിയ ദ്വീപുകൾ അതിൻ്റെ അടുത്ത് കിടന്ന തീരം, ശ്രീലങ്ക, ഇന്ത്യ പോലെയുള്ള സ്ഥലങ്ങളിൽ ആഞ്ഞടിച്ചത് എന്ന് പറയുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ വശത്താണ് ഇന്തോനേഷ്യൻ ദ്വീപ് കിടക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് ഇത്. ഇന്ത്യൻ ഓഷ്യൻ്റെ സുനാമി എന്നാണ് അത് അറിയപ്പെടുന്നത്. ഇത് പണ്ട് വന്നിട്ടുണ്ട്. 1988 ഒരു പ്രാവശ്യം ഒരു വലിയ സുനാമി ഉണ്ടായെന്ന് പറയുന്നു. 1924 രണ്ടാമതൊരു സുനാമി ഉണ്ടായെന്ന് പറയുന്നു.
പിന്നീട് വരുന്നത് ഇപ്പോഴാണ്, 2004 ഇത്രയും വലിയൊരു സുനാമി പിന്നീട് വരുന്നത്. ആ സമയത്തൊക്കെ എത്ര പേര് മരിച്ചു എന്നുള്ളതിന് റെക്കോർഡും ഹിസ്റ്ററി ഒന്നും എനിക്കറിയില്ല. പക്ഷേ ഈ സുനാമി 2.7 ലക്ഷം ആൾക്കാർ, അതിൽ കൂടുതൽ, ശകലം കൂടുതൽ ആൾക്കാർ മരിച്ചുപോയി. കൂടുതലും ഈ ഇന്തോനേഷ്യ, സുമാത്ര, അതുപോലെ ഫിലിപ്പീൻസ് ഒക്കെയുള്ള സ്ഥലങ്ങളിലാണ് കൂടുതൽ ആൾക്കാർ മരിച്ചു പോയത്. രാവിലെയുള്ള സമയമായതുകൊണ്ട് അതിരാവിലെയുള്ള 7:58 ആദ്യത്തെ ഭൂമികുലുക്കം അനുഭവപ്പെട്ടതെന്നാണ് പറയുന്നത്. അതിങ്ങനെ വന്ന് ഇന്ത്യയുടെ തീരത്തെത്തുമ്പോഴേക്കും അത് ഏകദേശം 10-11 മണി ആയിട്ടുണ്ട്. അത് ഇന്ത്യൻ ഓഷനിൽ കൂടെ ട്രാവൽ ചെയ്ത് ചെന്നൈയിൽ അടിച്ച് വേറൊരിടത്തും കാര്യമായി കൊള്ളാതെ ചെന്നൈ തമിഴ്നാട് ഏരിയയിൽ മാത്രം അടിച്ചു കയറി അവിടെ ഏകദേശം ഒരു 1000-2000 ആളുകളെ കൊന്ന ശേഷം, എടുത്തുകൊണ്ട് പോയ ശേഷം, അതിൻ്റെ അലയടികൾ ഇങ്ങനെ തിരിച്ചു വന്ന് താഴേക്ക് വന്ന് കന്യാകുമാരി സൈഡ് ടച്ച് ചെയ്യാതെ ഇങ്ങനെ കയറി വന്ന് അത് അറേബ്യൻ സമുദ്രത്തിലേക്ക് വരികയും, ഈ സമുദ്രങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്, പക്ഷേ ഏതായാലും നമ്മളത് ഡിമാർഗേറ്റ് ചെയ്ത് പലതായിട്ട് പറയുന്നത് നമ്മുടെ അറിവിന് വേണ്ടിയിട്ടല്ലോ. അപ്പോൾ അറേബ്യൻ സമുദ്രത്തിൽ വരികയും തിരുവനന്തപുരത്ത് വന്നിട്ടില്ല, കൊല്ലത്തിൻ്റെ മറ്റുള്ള ഭാഗങ്ങളിൽ വന്നിട്ടില്ല, പക്ഷേ കരുനാഗപ്പള്ളിയുടെ അടുത്തുള്ളൊരു സ്ഥലത്ത് വരികയും അഴീക്കൽ വന്ന് ഭയങ്കര വലിയ വ്യാപക നാശനഷ്ടം സംഭവിപ്പിക്കുകയും പിന്നീട് അതൊന്നും വേറെ ടച്ച് ചെയ്യാതെ ബാക്കി കിടക്കുന്ന ബീച്ചുകളൊന്നും കടൽ തീരങ്ങളിലൊന്നും തൊടാതെ വന്ന് കായംകുളത്ത് വന്ന് അടിച്ചു കയറുകയും പോവുകയും, കായംകുളത്തിന് പിന്നെ ആലപ്പുഴയിലൊന്നും ഒരു സംഭവം ഉണ്ടായിട്ടില്ല, ചെറുതായിട്ട് കടലിൽ പൊങ്ങിയതല്ലാതെ. അത് കഴിഞ്ഞ് അവിടെ നിന്നൊക്കെ പോയി പിന്നെ കുറച്ചും കൂടെ വടക്കോട്ട് പോയി അന്ധകാര നടിയുടെ അവിടെ ചെന്നിട്ട് കടിച്ചു കയറുകയും തിരിച്ചു പോയി. പിന്നെ അത് വേറെ കേരളത്തിൻ്റെ വടക്കോട്ടൊന്നും പോയിട്ടേ ഇല്ല. ഇതെന്താണ് പ്രതിഭാസം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എങ്ങനെയാണ് അവിടെയുള്ള ഒരു ഭൂമി കുലുക്കം കാരണം ഉയർന്നു വന്ന തിരമാലകൾ യൂണിഫോമായിട്ട് പലയിടത്തും ഫീൽ ചെയ്യാതെ ഈ ഒരു പാത എടുക്കുകയും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് റിപ്പിൾസ് പോലെ ഇങ്ങനെ പോവുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്ന് ആ സമയം ഞാൻ കുറേ ആലോചിച്ച് നോക്കി. ഞാൻ ഒരുപാട് സയൻറ്റിഫിക്കായിട്ട് റിസർച്ച് ചെയ്ത് നോക്കി, കുറേ ആൾക്കാരോട് സംസാരിച്ച് നോക്കി. ഇവരാരും വ്യക്തമായിട്ട് പറയുന്നില്ല. ഭൂമി കുലുക്കം എന്ന് പറയുന്നത് പോലും എനിക്ക് വലുതായിട്ട് പ്രയാസമുണ്ട് വിശ്വസിക്കാൻ. അത് ലാൻഡ് സ്ലൈഡ്, ഭൂമി കുലുക്കം, പ്രകൃതി ദുരന്തം, പ്രകൃതി താണ്ഡവങ്ങൾ. ഞാൻ നേരത്തെ ഇതിന് തൊട്ട് മുമ്പ് ചെയ്ത ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രകൃതി മനുഷ്യരെ എപ്പോഴും സംരക്ഷിക്കുന്നതാണ്, ഒരിക്കലും ദ്രോഹിക്കില്ല എന്ന്. കാരണം പ്രകൃതിയാണ് ഈശ്വരൻ, പ്രകൃതിയാണ് ദൈവം എന്ന് പറയുന്നത്. ദൈവമുള്ളത് മനുഷ്യരെ സംരക്ഷിക്കാനാണ്, മനുഷ്യരെ നോക്കാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യർക്ക് വേണ്ടതെല്ലാം നൽകുന്നത് പ്രകൃതിയാണ്. കുടിക്കാനുള്ള വെള്ളം, ശ്വസിക്കാനുള്ള വായു, കഴിക്കാനുള്ള ഭക്ഷണം, ജീവിക്കാനുള്ള അന്തരീക്ഷം എല്ലാം നൽകുന്നത് പ്രകൃതിയാണ്. ആ പ്രകൃതി എന്തിന് മനുഷ്യനെ ഇത്ര ദ്രോഹിക്കുന്നു എന്നുള്ളത് എനിക്ക് ആലോചിച്ചിട്ടും മനസ്സിലായില്ല. അതുകൊണ്ട് നീരാഴിക്കപ്പുറം എന്ന എൻ്റെ നോവലിനകത്ത് ഞാൻ എഴുതിയത് പ്രകൃതിയെ മനുഷ്യർ അത്ര ചൂഷണം ചെയ്യുന്നത് കൊണ്ട് അത് അസഹ്യമായി മാറുമ്പോൾ മാത്രമാണ് പ്രകൃതി ഇതുപോലെ ചെയ്യുന്നത് എന്നുള്ളൊരു മട്ടിൽ ഞാൻ എഴുതിയെങ്കിലും അതിനോട് എനിക്കൊരു വ്യത്യാസം ഇപ്പോൾ തോന്നുന്നുണ്ട്. പക്ഷേ എഗെയിൻ ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയുന്നില്ല. കാരണം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വലിയ അവിശ്വാസവും ഒരുപാട് ചാട്ടവാറടിയും ഇതുപോലെ കല്ലെറിയലും ഭ്രാന്തിയാണ്, പേപ്പട്ടിയാണ്, മിണ്ടാതെ വീട്ടിലിരുന്നുകൂടെ, റിട്ടയർ ചെയ്താലെങ്കിലും മിണ്ടാതിരുന്നുകൂടെ എന്നൊക്കെയുള്ള മട്ടിലുള്ള കമൻറ്റുകളും ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അല്ലാതെ തന്നെ ഉണ്ടാവുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എപ്പോഴും അടി കിട്ടുക എന്ന് പറയുന്നത് സ്വാഭാവികമാണല്ലോ. അതുകൊണ്ട് അതേക്കുറിച്ചൊക്കെ ഞാൻ പിന്നീട് വേറൊരു അവസരത്തിൽ നിങ്ങളുമായിട്ട് പറയാം എൻ്റെ സംശയങ്ങൾ എന്താണെന്നുള്ളത്. പക്ഷേ ഈ സുനാമി എന്ന് പറയുന്നത് എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും ഞാൻ അനുഭവിച്ച ഏറ്റവും ദുരിതപൂർവമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചു എന്നേ ഉള്ളൂ. സസ്നേഹം, ശ്രീലേഖ.